ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹൈസം വ്ളോഗ്സ്. അപ്പോൾ കുറേ കാലമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു നിയർലി 6 മാസത്തോളമായി. ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുകയായിരുന്നു ലാസ്റ്റ് വീഡിയോൻ്റെ ഡേറ്റൊക്കെ. അപ്പോൾ 6 മാസത്തോളമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ ഒരു വീഡിയോ ഒക്കെ ഇടാം. ഇപ്പോൾ ഫ്രീ ആയി, കംപ്ലീറ്റ്ലി ഇപ്പോഴാണ് ഫ്രീ ആയത്. ഇപ്പോൾ വീട്ടിലിങ്ങനെ ചടച്ചിരിക്കുമ്പോഴാണ് ഈ വ്ളോഗിനെ കുറിച്ച് ഓർമ്മ വന്നത്. അപ്പോഴാണ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അപ്പോൾ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. 6 മാസത്തോളം ഗ്യാപ്പ് വന്നു. അപ്പോൾ എന്താണ് കാരണം, എന്തൊക്കെയാണ്, കുറേ കാര്യങ്ങൾ നടന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യം നടന്നു. അപ്പോൾ കുറേ പറയാനുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങ് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഫസ്റ്റ് എക്സാമായിരുന്നു. അതെല്ലാവർക്കും അറിയാം, പ്ലസ് ടുക്കാർക്ക്. ഞാൻ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. ഞാൻ അറിയാത്തവരോട്, എൻ്റെ പേര് ഹൈസം ഹാരിസ് എന്നാണ്. ഞാൻ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. പ്ലസ് ടു കഴിഞ്ഞു, പ്ലസ് ടു പഠിക്കുകയായിരുന്നു, കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് എക്സാമിൻ്റെ പ്രിപ്പറേഷനായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് എന്നെ കണ്ടാൽ തന്നെ അറിയും, എന്നെ കണ്ട എല്ലാവരും പറയും ഭയങ്കര പഠിപ്പി ലുക്കാന്നൊക്കെ പറയും. പഠിപ്പിന്നല്ല, ആവറേജായിട്ട് അത്യാവശ്യം നല്ലോണം പഠിക്കും. അതിനാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ലോണം പഠിക്കും, കുഴപ്പമില്ലാതെ പഠിക്കും. അപ്പോൾ മെയിൻ കാര്യം എന്ന് പറയുന്നത് തന്നെയാണ് പരീക്ഷൻ്റെ ചില പ്രിപ്പറേഷൻസും. അപ്പോൾ പ്ലസ് ടു ആണല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും പറയും 10 ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയും. പക്ഷേ പ്ലസ് ടു ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം മെയിൻ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പ്ലസ് ടു ആണ്. അപ്പോൾ പ്ലസ് ടു എങ്ങനെയെങ്കിലുമൊക്കെ നല്ല രീതിയിൽ എഴുതി പാസ്സാവുക എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ പ്ലസ് ടുവിൻ്റെ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, ഫൈനൽ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത്. എക്സാമിൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ടൈം. അങ്ങനെയാണ് കുറേ ദിവസം അങ്ങനെ പോയി. കാരണം ഞങ്ങൾക്ക് ക്ലാസ്സിലും കുറേ പരീക്ഷ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ വക എന്തൊക്കെയോ പരീക്ഷകൾ, അതിൻ്റെ ഇടയിൽ കൂടെ കുറേ പരീക്ഷകളുണ്ട്. പിന്നെ പല ടൈപ്പ് പരീക്ഷകൾ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായിരുന്നു മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത്. പിന്നത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് സ്കൂൾ ടൂർ ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോയി. അന്ന് വെച്ചാൽ ഫോണ് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. നിയർലി 3 days 2 days ആയിട്ടായിരുന്നു സ്കൂളിൽ നിന്ന് ടൂർ പോയത്. ഞങ്ങൾ മൈസൂരും കൂർഗും ആയിരുന്നു. ആസ് യൂഷ്വൽ മൈസൂരും കൂർഗും ആയിരുന്നു. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു ടൂറ്, കുഴപ്പമില്ല. കാരണം ഞാൻ പ്ലസ് 1 ഞാൻ വേറൊരു സ്ഥലത്താണ് പഠിച്ചത്. ഞാനൊരു നീറ്റിന് കോച്ചിങ്ങിന് പോയിരുന്നു. അപ്പോൾ ഞാൻ നീറ്റ് കോച്ചിങ്ങിന് പോയിരുന്നു. പ്ലസ് 1 ഞാൻ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പ്ലസ് 1 അതിൻ്റെ കൂടെ തന്നെ നീറ്റിൻ്റെ കോച്ചിങ്ങും. പക്ഷേ എന്തോ അവിടുത്തെ ഒരു സിറ്റുവേഷനിക്ക് പറ്റിയില്ല. കാരണം ഈ അടച്ചിട്ട് പഠിക്കുന്ന ഒരു രീതി എനിക്ക് തീരെ ഇഷ്ടമല്ല. നമുക്ക് ഫ്രീ ആയിട്ട് സ്കൂളാകുമ്പോൾ സ്കൂളിൻ്റെ ഓരോ വൈബ് കിട്ടണം. അതായത് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് തമ്മിലുള്ള റിലേഷൻ, പിന്നെ സ്കൂളാകുമ്പോൾ അതിൽ PT പീരീഡ്, അതേപോലെ തന്നെ ആർട്സ്, സ്പോർട്സ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക്. പ്രത്യേകിച്ച് എനിക്ക് ആർട്സാണ് ഇഷ്ടം, ആർട്സാണ് താല്പര്യം. സ്പോർട്സ് ഞാൻ എന്നും പാരമ്പര്യമായിട്ട് പങ്കെടുക്കുന്ന ഐറ്റംസ് തന്നെയാണ്. എനിക്ക് എല്ലാവർക്കും അറിയാം. ഷോർട്ട് പുട്ടും ജാവലിനും പിന്നെന്താ ഒന്നുകൂടി ഉണ്ട്, ഷോർട്ട് പുട്ട്, ജാവലിൻ, ഡിസ്കസും. ഇത് 3 സ്പോർട്സിൽ മെയിനായിട്ട് ഞാൻ പങ്കെടുക്കാറുള്ളത് ആസ് യൂഷ്വൽ. ഓക്കെ, ഞാൻ ഒരു വട്ടം ഓട്ടത്തിന് കൂടിനി. അതോടുകൂടി എൻ്റെ ഓട്ടത്തിലുള്ള പൂതി കഴിഞ്ഞു, ഞാൻ നിർത്തി. അപ്പോൾ ഞാൻ എവിടെ നിന്ന് വിഷയം കണ്ട പോയത്, അപ്പോൾ സ്കൂൾ ടൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലസ് 1 ഞാൻ വേറെ സ്ഥലത്ത് പഠിച്ചു. പ്ലസ് 2 ഞാൻ തിരിച്ച് ഞാൻ 10 വരെ പഠിച്ച സ്കൂളിലേക്ക് തന്നെ വന്നു. അവിടെ ഞാൻ പ്ലസ് 2 പഠിച്ചു. പക്ഷേ എനിക്ക് അവിടെ അപ്പോൾ തന്നെ കുറേ കുട്ടികൾ വന്നു, പുതിയ കുട്ടികൾ വന്നു. അപ്പോൾ ഓരോട്ടൊന്നും അങ്ങനെ പെട്ടെന്ന് കമ്പനി ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ തന്നെ, കുറേ സയൻസ് കോമേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരുമായിട്ട് കമ്പനി ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ ക്ലാസ്സിലുള്ള മിക്ക കുട്ടികളെ ഇപ്പം ഫ്രണ്ട്സാണ് നോക്കി ട്രൈ ആക്കിയിട്ടുണ്ട്. കുറേ ആൾക്കാർ ഫ്രണ്ട്സാണ് ഇപ്പോൾ കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. പക്ഷെ എല്ലാവരുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂൾ ടൂർ വലുതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുമില്ല, എന്നാൽ പറ്റ മോശമല്ല എന്ന് പറയുന്ന പോലെ തന്നെ നല്ലൊരു ആവറേജ് ആയിട്ടുള്ളൊരു ടൂറായിരുന്നു. കുഴപ്പമൊന്നുമില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, 10 വരെ എൻ്റെ ഒപ്പം പഠിച്ചൊരു ചങ്ങായി ഉണ്ടായിരുന്നു. ഓൻ്റെ ഒപ്പമാണ് ഞാനിരുന്ന്. ഉള്ളതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അതിന് പോയത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു സ്കൂൾ ടൂർ. പിന്നെ അറിയുന്ന ടീച്ചേഴ്സ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ പോയി. അപ്പോൾ പിന്നെ സ്കൂൾ ടൂറിൻ്റെ അതൊക്കെ ഞങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് ടൂറിന് പോയപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര റൂൾസൊക്കെ ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ കൊണ്ടുപോയില്ല. പക്ഷെ കൊണ്ടുപോകണമെന്നുണ്ടേന്, പക്ഷെ കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ഡിഗ്രിക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ഷുവറായിട്ട് നമ്മൾ അതൊക്കെ എടുക്കും. ഓക്കെ, അപ്പോൾ അത് സ്കൂൾ ടൂർ കാരണം, എക്സാം സ്റ്റഡീസ് ഒരു കാരണം. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് എക്സ്ട്രാ ക്ലാസ്. അതായത് ഞങ്ങൾക്ക് പരീക്ഷ സമയമാണല്ലോ. അപ്പം ഈവനിങ് ക്ലാസ്സുകൾ കുറേ ഉണ്ടായിരുന്നു. കുറേ ടൈപ്പ് ഈവനിങ് ക്ലാസ്, എന്തൊക്കെയാണ് പറയാം,
ഒരു 6 മണിക്കൊക്കെ കഴിയുന്ന ഈവനിങ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. സ്കൂൾ കഴിഞ്ഞിട്ടും എക്സ്ട്രാ ക്ലാസ്സുകൾ, എക്സാമുകൾ, ക്ലാസ് ടെസ്റ്റുകൾ, അങ്ങനെ പല സംഭവം, കുറേ ഈവനിങ് ക്ലാസ്, എക്സ്ട്രാ ക്ലാസ് എന്ന് പറഞ്ഞിട്ട്, റിവിഷൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ടൈം പോയി. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ക്ഷീണിച്ചു കിടക്കും, പിന്നെ രാവിലെ എണീച്ച് വീണ്ടും സ്കൂളിൽ പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ദിവസം പോയി. പിന്നെ 4ാമതായിട്ട് പറയുന്നത്, പിന്നെ മെയിൻ സാധനം നമുക്കറിയാം, +2 എത്തിക്കഴിഞ്ഞാൽ സാധാ ഫൈനലിൻ്റെ അല്ലാതെ ഒരു എന്താ പറയുക ഒരു സംഭവം കൂടി വരുന്നുണ്ട്, പ്രാക്ടിക്കൽ പരീക്ഷ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിൻ്റെ മോഡൽ, അതിൻ്റെ എന്താ പറയുക പ്രീ മോഡൽ, അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാം, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അതിനു വേണ്ടി പഠിക്കുക, അതും ഒരു ബാധ്യതയായിരുന്നു +2കാരെ സംബന്ധിച്ചിടത്തോളം. അത് വലിയൊരു ഇടങ്ങാറാണ്. അപ്പോൾ പ്രാക്ടിക്കൽ പരീക്ഷ, അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലും അങ്ങനെയും കുറേ ദിവസം പോയി. പിന്നെ ഉണ്ടായിരുന്നത് പറഞ്ഞല്ലോ, റിവിഷൻ ക്ലാസ് പറഞ്ഞു. പിന്നെ ആയിരുന്നു നമ്മളെ അവസാനം ഇത്രയും കാലം +2 12 വർഷം പഠിച്ച് ലാസ്റ്റത്തെ പരീക്ഷ, സ്കൂളിലെ ലാസ്റ്റത്തെ പരീക്ഷയായ +2 പരീക്ഷയിലേക്ക് എത്തുന്നത്, ബോർഡ് എക്സാമിലേക്ക്. ബോർഡ് എക്സാമിനെ കുറിച്ച് പോസിറ്റീവ് പറയാൻ പറഞ്ഞാൽ ആകെ എനിക്ക് ഒരേ ഒരു പോസിറ്റീവുള്ളൂ. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ആകെ ഒരു പോസിറ്റീവ് മാത്രമേ പറയാനുണ്ടാവുള്ളൂ. പെട്ടെന്ന് കഴിഞ്ഞു, പെട്ടെന്ന് തീർന്നു കിട്ടി. അതാണ് ആകെ അതിനുള്ളൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ. പരീക്ഷ വേഗം കഴിഞ്ഞു, പോയത് പറഞ്ഞില്ല, വന്നത് പറഞ്ഞില്ല, പോയത് പറഞ്ഞില്ല, പരീക്ഷ വേഗം കഴിഞ്ഞ് കിട്ടി. അതാണ് ആകെ ഒരു സമാധാനം. ഇനി ഇമ്പ്രൂവ് ചെയ്യാത്തവർക്കാണെങ്കിൽ വേഗം കഴിഞ്ഞിട്ടുണ്ടാവും. സയൻസുകാരെ കുറിച്ചാണ് പറയുന്നത്, ഞാൻ സയൻസാണ്, അപ്പോൾ ബയോ സയൻസാണ്. അപ്പോൾ +2കാരെ വെച്ചിടത്തോളം പരീക്ഷ വേഗം കഴിഞ്ഞു. സയൻസ് പരീക്ഷ വേഗം കഴിഞ്ഞ് കിട്ടി. ഇപ്പോൾ 3-ാം തീയതി തുടങ്ങി 19-ാം തീയതി പരീക്ഷ കഴിഞ്ഞു. ഒക്കെ നല്ല അത്രയും റാപ്പിഡായിട്ടുള്ള പരീക്ഷകളായിരുന്നു. അപ്പോൾ ഏതായാലും നടത്തിയവർക്ക് എൻ്റെ വലിയൊരു എന്താ പറയുക കൺഗ്രാറ്റ്സ്, നിങ്ങൾ വേഗം തീർത്ത് തന്നതിന് നന്ദിയുണ്ട്. പിന്നെന്താ, അപ്പം അങ്ങനെ ബോർഡ് പരീക്ഷ എല്ലാവർക്കും അറിയാം, കുറേ നല്ല എന്താ പറയുക വാർത്തയിലൊക്കെ ഭയങ്കര തിളങ്ങി നിന്ന, എല്ലാ വർഷവും ഞങ്ങളാണ് സ്റ്റാറുകൾ എന്ന് പറയുന്നത്, നമ്മളെ ബാച്ചാണ് സ്റ്റാർ എന്ന് പറയുന്നത്. 2023-25 ബാച്ച് എന്ന് പറയുന്നത് എല്ലാ വർഷവും സ്റ്റാറേ കയറാം, എല്ലാത്തിലും കുടുങ്ങുന്ന ആൾക്കാർ ഞങ്ങളെ കയറാം. ഇപ്പോൾ +10-ലാണെങ്കിൽ ഞാൻ ഇപ്പോൾ CBSE 10 വരെ പഠിച്ചത്. അപ്പോൾ 10-ലാണെങ്കിൽ CBSE മാത്സ് സ്റ്റാൻഡേർഡ്, അത് കുറച്ച് പണിയായി. പിന്നെ +1ലേക്ക് വരുമ്പോൾ മാത്സ് പണിയായി, ബാക്കിയൊക്കെ ഈസി ആണെങ്കിൽ മാത്സ് പണിയായി. +2ലേക്ക് വരുമ്പോൾ എനിക്ക് ടഫായതാ പറയുന്നത്. എനിക്ക് ഫിസിക്സും പിന്നെന്താ കെമിസ്ട്രിയും പിന്നെ ബോട്ടണിയും, ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണിയും, ഇത് 3ഉം എനിക്ക് അത്യാവശ്യം ടഫായിന്. അതിൽ പിന്നെ എനിക്ക് എളുപ്പമായി തോന്നിയത് ഫിസിക്സാണ്, ഈ 3നും ഉണ്ടാവും. പക്ഷെ ഏറ്റവും എളുപ്പമായി തോന്നിയത് മാത്സും സുവോളജിയും പിന്നെ ഒരു സംഭവം കൂടി അറബിക്ക് ഭയങ്കര ഈസി, അറബി ഈസി ആയിരുന്നു. ആസ് യൂഷ്വൽ സെക്കൻഡ് ലാംഗ്വേജ് ഈസി ആക്കാരം. പിന്നെ പക്ഷേ മലയാളത്തിൻ്റെ അത്ര ഇടങ്ങാറൊന്നും അറബിയിലില്ലായിരുന്നു, മിസ്റ്റേക്കുകളൊന്നും ഉണ്ടായിരുന്നു. പിന്നെന്താ വെച്ചാൽ ഇംഗ്ലീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ ടൈം കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് എൻ്റെ മണ്ടത്തിനും കൊണ്ട് അംബീച്ച് തന്നെയാണ്, ഞാൻ തന്നെ കുറ്റമായിട്ടെടുക്കുകയാണ്, എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഇതൊക്കെയാണ് പരീക്ഷയുടെ വിശേഷങ്ങൾ. അപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റ് പരീക്ഷയായിരുന്നു, നല്ല സ്റ്റാൻഡേർഡ് പരീക്ഷയായിരുന്നു, അതുകൊണ്ട് പെട്ടുപോയി. അപ്പോൾ എന്താ പറയുക, നമ്മളാണ് മണ്ടന്മാർ, അത് ഇടുന്ന ആൾക്കാരാണ് മണ്ടന്മാരെന്ന് ആർക്കറിയാം. അപ്പോൾ നമുക്ക് ഫൈനലിലൊക്കെയാണ് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടാറുള്ളത്, നമ്മളെ മേത്താണ് നല്ല എക്സ്പീരിയൻസ് നടക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഓലെ ഇനിയിപ്പോൾ വാല്യുവേഷൻ നമ്മളെല്ലാവരും റിസൾട്ട് വരുമ്പോൾ നമുക്ക് അറിയാം, നമുക്ക് നോക്കണം എന്തൊക്കെയാണ് നമ്മളെ എഴുതി വെച്ച എന്താണ് നമുക്ക് കിട്ടും. പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ ബോർഡിനെ കുറിച്ച്. എനിക്ക് വല്ലാതെ പറയാൻ താല്പര്യമില്ല, മടുത്തു, പറഞ്ഞു എത്ര നമ്മളൊക്കെ കേൾക്കുന്നതല്ല, അപ്പം ഇനി അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞ് 19-ാം തീയതി കഴിഞ്ഞ് പിന്നെ ഞാൻ ഒറ്റ ഇമ്പ്രൂവ്മെൻറ്റ്, ഞാൻ മാത്സ് ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. മാത്സ് ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് 24-ാം തീയതി 25-ാം തീയതി ആയിരുന്നു മാത്സ് ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ മാത്സ് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതി, അത് നല്ല ഈസി ആയിരുന്നു. മാത്സ് ഇമ്പ്രൂവ്മെൻറ്റ് ഭയങ്കര ഈസി ആയിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ അതിന് 19-ാം തീയതി കഴിഞ്ഞപ്പോൾ ഒരു 5 ദിവസം 6 ദിവസം ഗ്യാപ്പാണ് ആകെ കിട്ടിയത്. ഈ 6 ദിവസം കൊണ്ട് ഒരു വർഷം പഠിച്ച സിലബസ് ഫുള്ള് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ സൂപ്പർമാൻ സ്പൈഡർ, ഞാൻ ആരുമല്ല, ഞാൻ ഒരു സൂപ്പർ ഹീറോ ഒന്നുമല്ല, നമ്മൾ ആരുമല്ല. നമുക്ക് ഈ 5 ദിവസം കൊണ്ട് 6 ദിവസം കൊണ്ട് ഒരു വർഷം പഠിക്കുന്ന ഒരു 14-12 ചാപ്റ്റേഴ്സ് ഒരു 5 ദിവസം കൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു പരിപാടിയല്ല. നമുക്ക് അങ്ങോട്ട് തൊട്ട് പോകാമെന്നല്ലാതെ ഡീപ്പായിട്ട് കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കുക ഒന്നും പറ്റില്ല. അപ്പോൾ +1കാർക്ക് അത് ഭയങ്കര ഈസി ആയിരുന്നു. പക്ഷെ +2കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സംഭവം പേപ്പർ ഈസി ആയിരുന്നു. ഞങ്ങളെ +1 വെച്ചിടത്തോളം ഈ +1 ഭയങ്കര ഈസി ആയിരുന്നു.
പക്ഷേ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ആ സംഭവം. അതായത് പഠിക്കാൻ കഴിയൂല, അതാണ് എനിക്കതാട്ടോ പറയാനുള്ളത്. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും ഈ ചെറിയ ഒരു ഗ്യാപ്പ് കൊണ്ട് ഇത്രയും വാസ്റ്റായിട്ടുള്ള ടോപ്പിക്സ് പഠിക്കാനാണ് എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിൽ കുറേ ദിവസം പോയി. പിന്നെ ഇപ്പോൾ ഉള്ളത്, പിന്നെ വീട്ടിൽ കുറച്ച് ദിവസമായിട്ട് നമ്മൾ നോമ്പിൻ്റെ തുടക്കം മുതലേ വീട്ടിൽ പണി ഉണ്ടായിരുന്നു. വീടൊന്ന് ഞാൻ വീടിൻ്റെ ഒന്ന് കാണിച്ചാൽ ഞാൻ കുറച്ചുകൂടി പണി നടക്കാണ്ട്, അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഹോം ടൂർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ കുറേ മാറ്റങ്ങൾ വരുത്തി, കുറേ റിനോവേഷൻ എന്നാണ്, അങ്ങനെ റിനോവേഷൻ എന്നല്ല, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെയിൻ്റ് അടി ഉണ്ടായിരുന്നു, പിന്നെ മുറ്റൊന്ന് ശരിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ 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 പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നടക്കുന്ന പണിയാണ്. നോമ്പിൻ്റെ അന്ന് തുടങ്ങിയതാണ്. അപ്പോൾ അന്നും വ്ളോഗ് എടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ പോയി. പിന്നെ നമുക്കറിയാം നോമ്പാണല്ലോ. നോമ്പാകുമ്പോൾ നോമ്പിൽ തന്നെയാണ് ഈ പരീക്ഷ ഫുള്ള് പോയത്. നോമ്പ് മഴയ്ക്ക് ഇതാക്കാൻ കൂടി ശ്രദ്ധ കൊടുക്കാൻ പോലും പറ്റിയില്ല, ഈ പരീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നോമ്പ് എന്താ പറയുക, നോമ്പ് കഴിഞ്ഞോടുകൂടി പരീക്ഷ, നോമ്പിൻ്റെ ലാസ്റ്റ് 10 തന്നെ പരീക്ഷ കഴിഞ്ഞു. പിന്നെ ചിലവർക്കൊക്കെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളവർക്കൊക്കെ എന്താണ് പെരുന്നാളിൻ്റെ തലേന്നോ പെരുന്നാളിൻ്റെ 2 ദിവസം മുമ്പൊക്കെയാണ് പരീക്ഷ കഴിഞ്ഞത്, ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഇംഗ്ലീഷ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നോമ്പൊക്കെ അങ്ങനെ പോയി, എല്ലാവരും നോറ്റു, വലിയ കുഴപ്പമൊന്നുമില്ല അതിന് നോമ്പൊന്നും. അപ്പോൾ നോമ്പ് ഉഷാറായിന്. അപ്പോൾ ഞാൻ കുറച്ച് തടിച്ചു വന്നു, നോമ്പ് ഇപ്പോൾ കുറച്ചുകൂടി തടിച്ചു വന്ന്. അപ്പോൾ പിന്നെന്താ, പിന്നെ പെരുന്നാളായിരുന്നു. പെരുന്നാൾ അടിപൊളിയായിരുന്നു. തറവാട്ടിലായിരുന്നു പെരുന്നാൾ ഇപ്പാൻ്റെ. അപ്പോൾ അവിടെ ഇപ്പാൻ്റെ ബ്രദേഴ്സും ബാക്കി 4 ബ്രദേഴ്സും ഒരു സിസ്റ്ററും, മൊത്തം 5 ആൾക്കാർ, 4 ബ്രദേഴ്സും ഒരു സിസ്റ്ററും, അതുപോലെ മക്കളും. ഞങ്ങൾ 11 പേരക്കുട്ടികളാണ്, 11 ആൾ. നല്ല രസമാണ്. അപ്പോൾ ഒക്കെ കുഞ്ഞു കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ ഭയങ്കര നല്ല രസമായിരുന്നു തറവാട്ടിലുള്ള പെരുന്നാൾ. അങ്ങനെ അതിന് ശേഷം ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ പോയി. ഉമ്മാൻ്റെ വീട്ടിൽ പിന്നെ ഞാനും സിസ്റ്ററും പിന്നെന്താ കസിൻസും 2 ആളാണ്. അപ്പോൾ ഞങ്ങൾ 4 ആളും. അപ്പോൾ അങ്ങനെ അവിടെ ആയിരുന്നു. അവിടെ കുഴപ്പമില്ല. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ വെറുതെ അവിടെ ഇരിക്കല്ലേ, അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ എന്നാൽ പിന്നെ വെറുതെ ഒരു ടൂറൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി ട്രിപ്പ് കേട്ടോ. വെറുതെ ഒരു ദിവസത്തിന് ഞാൻ അന്നും വ്ളോഗ് എടുക്കാൻ മറന്ന്. ഒരു ദിവസത്തിന് ഞങ്ങൾ രാവിലെ പോയി, വയനാട് പോയി രാവിലെ പോയി തിരിച്ച് രാത്രി 12 മണിയായപ്പോൾ തന്നെ ഉമ്മാൻ്റെ വീട്ടിലെത്തി. പിന്നെ പിറ്റേന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പാൻ്റെ കട ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇപ്പാൻ്റെ ഒരു കട കഫേ കോക്ടെയിൽ എന്ന് പറഞ്ഞിട്ട് മഞ്ചേരി എത്തുന്നതിന് മുമ്പ് മരത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട്. കഫേ കോക്ടെയിൽ എന്നാണ് പേര്. അപ്പോൾ എന്താ പറയുക, അടിപൊളിയാണ്, എല്ലാവരും പോകണം. ഞാൻ അറിയാത്തവർക്കാണ് ഞാൻ ലൊക്കേഷൻ താഴെ കൊടുക്കാം. സംഭവം അടിപൊളിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ കഫേ കോക്ടെയിൽ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ കഫേയാണ്. നമുക്ക് എന്തൊക്കെയാണ് അവിടെ ഫേമസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളെ ഫലാഫിലല്ലേ, ആ സംഭവം അടിപൊളിയാണ്. പിന്നെന്താ പല ടൈപ്പ് ജ്യൂസുകൾ, പിന്നെ ലോഡ് ഫ്രൈസ്, സാൻഡ്വിച്ചുകൾ, ബർഗറുകൾ, അങ്ങനെ പല ടൈപ്പ് സാധനങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്യണം, സംഭവം ഉഷാറാണ്. അപ്പോൾ ഒന്ന് പോയി എല്ലാവരും വരിക കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് ഇടണം വിചാരിക്കുന്നത്. പല കടൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതും വൈകാതെ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പോൾ അവിടെ ക്ലീനിങ് നടന്നുകൊടുക്കുകയാണ്. ഇപ്പം കുറച്ച് ഫ്രണ്ട്സും കൂടി പോയിട്ടുണ്ട്, അവിടെ ക്ലീൻ ആക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ് കൂടി കഴിഞ്ഞിട്ട് ഷോർട്ടായിട്ടാണ് ഷോർട്ടിൽ നമ്മൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ അതായത് നോമ്പിന് നമ്മൾ തുറക്കാതെ നിന്നു, അതിന് മുമ്പ് തുറന്നിരുന്നു. മസാല അത്യാവശ്യം കച്ചവടമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ അടുത്ത് തുറക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വെൽക്കം ചെയ്യണം. അപ്പോൾ ലൊക്കേഷൻ അറിയാത്തവർക്ക് ഞാൻ ഇതിൻ്റെ താഴെ ലൊക്കേഷൻ കൊടുക്കാം, എല്ലാവരും വരിക. ഓക്കെ, അപ്പോൾ പിന്നെന്താ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ എത്തി. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഇത്രയുള്ള സംഭവങ്ങൾ, ഇതാണ് ഈ 6 മാസത്തിൽ മെയിനായിട്ട് നടന്ന സംഭവങ്ങൾ, ഗ്യാപ്പ്. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഇതിൽ മെയിനായിട്ട് കൊടൈക്കനാൽ, ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഡയറക്റ്റായിട്ട് ഞാൻ കൊടൈക്കനാലേക്ക് ടൂർ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഞാൻ അതും വേറൊരു സെപ്പറേറ്റ് വീഡിയോയിൽ വിടാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഗ്യാപ്പ് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇട്ടത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇനിയും കുറേ വിശേഷങ്ങൾ പറയാണ്ട്. ഞാൻ ഇപ്പോൾ എനിക്ക് ജൂൺ 27 ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് ഉള്ളത്. അപ്പോൾ അതിനു വേണ്ടി വണ്ടി ഓട്ടി പഠിക്കുകയാണ്, കാറ് ഓട്ടാണ്, കാറ് പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാറ് തീരെ അറിയില്ല, കാറാണ് ഇപ്പോൾ പഠിക്കുക. ഇപ്പോൾ 4 ദിവസത്തെ ക്ലാസ്സിന് പോയി. ഇനി
2 ദിവസം കൂടി ഉണ്ടാവും നോക്കണം. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ കാറിൻ്റെ സംഭവം കഴിഞ്ഞു. പിന്നെ അപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ ഇതിന് വേണ്ടിയുള്ള അതിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഡ്രൈവിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ 6 മാസം കൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ വൈകാതെ ഇനിയും അടുത്ത വീഡിയോ വരും. ഞാൻ വിചാരിക്കുന്നത് ഓരോ ആഴ്ച ഒരു വീഡിയോ, അല്ലെങ്കിൽ തുടർന്ന് വീഡിയോ ഇടാൻ മാത്രം കണ്ടൻറ്റ് നോക്കാം നമുക്ക്. ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ നോക്കാം, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ചകളിലോ ഒക്കെ വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ അറിയിക്കണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കുറേ ആൾക്കാർ ഞാൻ കണ്ടു, വീഡിയോ ഒക്കെ കണ്ടു പോകുന്നുണ്ട്, വ്യൂസൊക്കെ ഉണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ അതെല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യുക. ഞാൻ വലിയ പ്രൊമോഷൻ ഒന്നും കൊടുക്കുന്നില്ല. കാരണം ഇപ്പോൾ നമുക്കറിയാം ചില ആൾക്കാരെ കൂടെ നിന്ന് സ്റ്റാറായിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോ റീച്ച് കിട്ടുന്നുണ്ട്. നമ്മൾ നോർമലായിട്ടുള്ള വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ഇടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റുള്ളവരിൽ നിന്നും കുറച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ഇടണം. അപ്പോൾ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇനി ഏതായാലും 2 മാസം ഉണ്ടല്ലോ, നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, സോ കാണാം. സോ സ്റ്റേ ട്യൂൺ ഫോർ ബെറ്റർ വീഡിയോസ്. നല്ല അടിപൊളി വീഡിയോസ് വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ല വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഓക്കെ, സോ ടിൽ ദെൻ